ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സാധാരണ ഇന്നോവ. എല്ലാവരും ഇന്നോവ വിട്ട് ക്രിസ്റ്റയിലേക്ക് മാറി തുടങ്ങി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. പക്ഷെ ഇപ്പോഴും കുറേ ഇന്നോവ പ്രേമികളുണ്ട്. ഇന്നോവയാണ് ഇപ്പോഴും മോർ കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊരു പരിധിവരെ ശരിയുമാണ്. ഇന്നോവ ഓടിക്കുന്ന ഒരു പ്രത്യേക ഫീലാണ്, പ്രത്യേക സുഖമാണ്. ഒരു ചെറിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടും. മറ്റേതിന് കുറച്ചൊരു ഹെവി വണ്ടിയുടെ ഒരു ഫീലാണ് ക്രിസ്റ്റ ഓടിക്കുമ്പോൾ. ശരിയത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു 2015 മോഡൽ GX ഇന്നോവ. ഇത് UP രജിസ്ട്രേഷനാണ്. 1,38,300 കിലോമീറ്റർ വിത്ത് ജെന്യൂൻ കമ്പനി സർവീസ് റെക്കോർഡ്സ് ഉള്ള വണ്ടി. 2024 ഡിസംബറിൽ, അതായത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ 1:30 സർവീസ് ചെയ്ത വണ്ടി. എല്ലാ പീരിയോഡിക്കൽ സർവീസും പ്രോപ്പറായിട്ട് ചെയ്തു പോയിട്ടുള്ള വണ്ടി. ഒരു സർവീസ് പോലും പെൻഡിങ് ആക്കിയിട്ടില്ല. അതേപോലെ ₹1 ക്ലെയിം പോലും, 100% സീറോ ക്ലെയിം ഗ്യാരണ്ടി ആയിട്ട് പറയാം, ഇതുവരെ ₹1 ക്ലെയിം പോലും ചെയ്തിട്ടില്ലാത്ത വണ്ടി. കുറച്ച് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറേ വർക്കുകൾ. വണ്ടി ഇവിടെ നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന സമയത്തുള്ള ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ട്, അതിന്റെ വീഡിയോസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലെ ബമ്പർ, ബോണറ്റിൽ കുറച്ച് മൊരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ഫെയ്ഡർ ആയിട്ടുണ്ടായിരുന്നു അത്. പിന്നെ ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ട് ലെഫ്റ്റിലെ ഡോറ്, റിയർ ബമ്പർ, ഇങ്ങനെ ഒരു 3-4 പീസ് നമ്മൾ പെയിന്റ് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇതിൽ വേറെ മേജറായ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടിയായിരുന്നു, സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ടയർ കണ്ടീഷനിലേക്ക് വരുമ്പോൾ 4 പുത്തൻ ടയർ, MRF-ന്റെ ടയർസ് 4 പുതിയത്. അതുപോലെ ഇതിന്റെ ബാറ്ററി 2024 11 മാസത്ത് വെച്ചേക്കുന്ന ബാറ്ററിയാണ്, വിത്ത് വാറണ്ടി. ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഉള്ളൂ, അത് പുതിയതാണ്. പിന്നെ ഈ ജൂലൈ മുതലുള്ള ഇൻഷുറൻസ് ഉണ്ട്. അടുത്ത ജൂലൈ 2026 ജൂലൈ വരെയുള്ള ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ. അതേപോലെ ഇതിൽ ഒരു റീപ്ലേസ്മെന്റും ഇല്ല. സാധാരണ പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ എന്ന് പറയുമ്പോൾ, നോർത്തിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ റീപ്ലേസ് കോമൺ ആണ്. ബട്ട് ഇതിനകത്ത് 100% ഓൾ ഒറിജിനൽ, ഫ്രണ്ട് ഗ്ലാസ് ഉൾപ്പെടെ ഒറിജിനലാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് വണ്ടിക്ക്. അപ്പം നമ്മുടെ പിന്നെ വ്യൂവേഴ്സിന്, നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നൊരു വണ്ടിയാണിത്. ഇത് ഒരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ എന്ന് തന്നെ കരുതിക്കോളൂ. നമ്മൾ പ്രൈസിലല്ല, ഇതിന്റെ ക്വാളിറ്റിയാണ് നമ്മുടെ ഓഫർ. 100% ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി, അത്രയ്ക്ക് നീറ്റാണ്, ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ 1:40 അടുത്ത സർവീസ് ഡ്യൂ ആകുന്നുണ്ട്. ഇനി ഒരു 2000 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത സർവീസ് നിങ്ങൾ ചെയ്യിക്കണം. അതിനിടയിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഒരു വർക്കും വണ്ടിയിൽ പെൻഡിങ് ഇല്ല. അത്രയും ക്വാളിറ്റിയുള്ള, അത്രയും ക്ലാരിറ്റിയുള്ള, അത്രയും നീറ്റായിട്ടുള്ള ഒരു വണ്ടിയാണ്. സോ ഇതിൽ നമ്മൾ പിന്നെ ഇത് 2015 GX ആണ് വണ്ടി. ഇതിൽ നമ്മൾ പിന്നെ ഇതിന്റെ ഒറിജിനൽ ഡയമണ്ട് കട്ട് അലോയ്സ്, ടൊയോട്ടയുടെ ഒറിജിനൽ അലോയ്സ് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആഡ് ഓൺ ചെയ്തതാണ് ഇത് നമ്മൾ വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അലോയിൽ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ബാക്കി 3D മാറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. വളരെ നീറ്റായിട്ടുള്ള, നല്ല വൃത്തിയുള്ള, നല്ല ഡിസൈനിലുള്ള, നല്ല സീറ്റ് കവർ ആഡറാണ്. നല്ല നീറ്റ് വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. വണ്ടിയുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള പ്രോപ്പർ ഡീറ്റെയിൽ വീഡിയോയും ഫോട്ടോസും ഒക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഏകദേശം 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഇപ്പോൾ നമ്മളത് 1000+ ആയി. 1030 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ടൺ കണക്കിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഇനിയും തുടർന്ന് എല്ലാവരുടെയും സഹകരണങ്ങൾ, എല്ലാവരുടെയും പ്രാർത്ഥനകൾ, എല്ലാവരുടെയും എന്താ പറയുക, നിങ്ങൾ നമ്മുടെ പ്രോത്സാഹനങ്ങൾ ഉണ്ടാവണമെന്ന് പിന്നെ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി. അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ അനൗൺസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ബെൽ ബട്ടൺ കൂടെ അമർത്തിക്കൊള്ളുക. അപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. വണ്ടി 100% ഗ്യാരണ്ടി, സീറോ ക്ലെയിം, 100% സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ഷോറൂമിൽ കൊണ്ടുപോകും ചെക്ക് ചെയ്യാം. നമുക്ക് വിരോധമില്ല. അതിനുള്ള സൗകര്യം ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കലൂരാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. അപ്പോൾ വണ്ടിയുടെ വീഡിയോയിലേക്ക് വരാം. പിന്നെ ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ല കേട്ടോ. ഇതിന്റെ പ്രൈസ് നമ്മൾ 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് NOCയിൽ.
ചിലപ്പോൾ ആൾക്കാർക്ക് അല്പം കൂടുതലാണെന്നൊക്കെ തോന്നലുണ്ടാവും. ചില ആളുകളുടെ കമൻസ് അങ്ങനെ വരാം, വില ഭയങ്കര കൂടുതലാണ്, ഞാൻ ഡൽഹിയിൽ നിന്ന് എനിക്ക് 5 ലക്ഷത്തിന് കിട്ടി, 3 ലക്ഷത്തിന് കിട്ടി എന്നൊക്കെ പറഞ്ഞുള്ള കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ തരുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നിങ്ങൾ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് വണ്ടിക്ക് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യാം. അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യാം. ഞാൻ അതാണ് പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ വണ്ടിയുടെ പ്രൈസ് നമ്മൾ ഇട്ടേക്കുന്നത് 8 ലക്ഷം രൂപ ആണ് വിത്ത് NOCയിൽ. 8 ലക്ഷം 8 ലാക്സ് ഇതാണ് നമ്മൾ NOCയിൽ ഇതിലിട്ടേക്കുന്ന പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ റോഡ് ടാക്സ് അറൗണ്ട് ഒരു 80,000 ഉള്ളിൽ റോഡ് ടാക്സും രജിസ്ട്രേഷനും കൂടെ വരും. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോ കാണാം. ഓക്കെ, ഫ്രണ്ട്സ്, ഇതിൻ്റെ പ്രൊഫൈൽ നോക്കിക്കോളൂ. ആപ്രോൺ, പട്ടി, ഫെൻഡർ ഒന്നും ഡാമേജസ് വന്നിട്ടില്ല. ഓൾ ഒറിജിനൽ ടൊയോട്ടയുടെ ഒറിജിനൽ ലോഗോ ഉള്ള ഒറിജിനൽ ബോണറ്റ്. അതിൽ റിപ്പയർ വർക്കൊന്നും ചെയ്തിട്ടില്ല. 100% ക്ലീൻ ആയിട്ടുള്ള വണ്ടി. ഫ്രണ്ട് ഗ്രില്ല് ഇത്തിരി മുഷിഞ്ഞിട്ടുണ്ട്. മുഷിഞ്ഞെന്ന് പറഞ്ഞാൽ അതിന് കാലപ്പഴക്കത്തിൽ വന്നേക്കണ മുഷിച്ചിലാണ്. അവിടെ നോർത്തിലെ വണ്ടികൾ അറിയാമല്ലോ, വെയിലും മഞ്ഞുമൊക്കെ കൊണ്ട് കിടക്കുന്നതിൻ്റെതായ ഒരു അല്പം ഒന്ന് ഫേഡറായിട്ടുണ്ട് ഗ്രില്ലിൽ മാത്രം. അതല്ലാതെ വേറെ ഡാമേജസ് ഒന്നും വണ്ടിയിലില്ല. 100% ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. അതുപോലെ ഹെഡ്ലൈറ്റ്സ് എല്ലാം ക്ലീനാണ്, ഒറിജിനൽ. അലോയ്സ് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, പറഞ്ഞല്ലോ. എയർ കണ്ടീഷൻ പുതിയതാണ്. ബോഡി പ്രൊഫൈൽ നോക്കൂ, നീറ്റാണ്. ഡോറ്, ഫ്രണ്ട് ലെഫ്റ്റ് ഡോറ് ഒരു തരത്തിലുള്ള റിപ്പയർ വർക്കും നടത്തിയിട്ടില്ല. 100% ഒറിജിനൽ കണ്ടീഷനിൽ നിൽക്കണം. ലെഫ്റ്റ് റിയർ ഡോറ് അതിൻ്റെ പേസ്റ്റിങ് പൊട്ടിക്കുകയോ റിപ്പയർ വർക്ക് നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇൻറ്റീരിയറൊക്കെ നല്ല ക്ലീനായിട്ടിരിക്കുന്നു. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സീറ്റ് കവർ. ബാക്കിലോട്ട് വരുമ്പോൾ ഡിക്കി ഡോറ്, റിയർ പ്രൊഫൈൽ കാണും. ഒരു വിധത്തിലുള്ള പൊട്ടിക്കലുകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള റിപ്പയർ വർക്കുകളോ ചെയ്തിട്ടില്ല. ഡിക്കിയൊക്കെ 100% ഒറിജിനൽ പെയിൻ്റാണ്. നിങ്ങൾക്ക് പെയിൻറ്റ് ചെക്ക് ചെയ്യുന്ന മെഷീൻ വെച്ച് ചെക്ക് ചെയ്യാം, യാതൊരു വിരോധവുമില്ല. ഗ്യാരണ്ടിയാണ് ക്വാളിറ്റി. ഒറിജിനൽ ഗ്ലാസ്, റീപ്ലേസ്മെൻ്റ് ഇല്ല. റൈറ്റ് സൈഡ് പ്രൊഫൈൽ നോക്കൂ, ഒരു വിധത്തിലുള്ള ഡെൻറ്റോ പൊളച്ചിലുകളോ ഒന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടി. ഇൻറ്റീരിയർ റൈറ്റ് എന്നുള്ള വ്യൂ ക്ലീനാണ്. അതുപോലെ പേസ്റ്റിങ് ഡോറിൻ്റെ റിയർ റൈറ്റ് നോക്കിക്കോളൂ, പക്ക, ഒന്നും പറയാനില്ലാത്ത വണ്ടിയാണ്. ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ്, ഫ്രണ്ട് ഗ്ലാസ് ഉൾപ്പെടെ ഓൾ ഒറിജിനൽ. ഒരു ഗ്ലാസും റീപ്ലേസ്മെൻ്റ് ഇല്ല. ഒരു സിംഗിൾ പീസ് പോലും വണ്ടിയിൽ റീപ്ലേസ്മെൻ്റ് ഇല്ല. ബമ്പർ ടു ബമ്പർ ഒറിജിനൽ, ഗ്യാരണ്ടി പറയാവുന്ന വണ്ടി. ഒട്ടും അണ്ടർ ബോഡി നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തതാണ്. റെസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റായിട്ടുള്ള വണ്ടി. ഡ്യുവൽ എയർ ബാഗ്, ABS എല്ലാം ഉള്ള വേരിയൻ്റാണ് കേട്ടോ. GX ആണ്. മോട്ടറൈസർ മിറർ ഇൻക്ലൂഡഡാണ്. ക്ലീൻ പ്രൊഫൈൽ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താങ്ക് യു സോ മച്ച്.